അടുത്തിടെ ഡൽഹിയിൽ നടന്ന ആഗോള AI സമ്മിറ്റിലെ ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി പ്രമുഖ ടെക് നേതാക്കൾക്കൊപ്പം കൈകോർത്ത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ ഓപ്പൺ AI CEO സാം ആൾട്ട്മാൻ തൻ്റെ തൊട്ടടുത്ത് നിന്ന വ്യക്തിയുമായി കൈകോർക്കാൻ വിസമ്മതിച്ചു. ഈ ഒരു സംഭവം ഇൻ്റർനെറ്റിൽ വല്ലാതെ വൈറലായി. സാധാരണ AI എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം ഓടിയെത്തുന്നത് സാം ആൾട്ട്മാൻ്റെ മുഖമാണ്. എന്നാൽ ആ വേദിയിൽ അദ്ദേഹത്തോടൊപ്പം കൈ കോർക്കാൻ പഠിച്ച ആ വ്യക്തി ആരാണ്? നിങ്ങൾ ക്ലൗഡ് AI എന്ന് കേട്ടിട്ടുണ്ടോ? അതെ, ക്ലൗഡ് AIയുടെ സ്ഥാപകനും CEOയുമായ ഡാരിയോ അമോദയാണ് ആ വ്യക്തി. അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. 1983 സാൻ ഫ്രാൻസിസ്കോയിലാണ് ഡാരിയോ അമോദ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് റിക്കാർഡോ ഒരു ഇറ്റാലിയൻ ലെതർ ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു. അമ്മ എലീന എങ്കിൽ ലൈബ്രറി പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയും. കലാകാരൻ്റെ കൃത്യതയും ലൈബ്രറിയൻ്റെ മാനേജ്മെൻറ്റ് സ്കിൽസും ഡാരിയോയ്ക്ക് പാരമ്പര്യമായി ലഭിച്ചു. ചെറുപ്പം മുതലേ ഗണിതശാസ്ത്രത്തോടായിരുന്നു അദ്ദേഹത്തിന് കമ്പം. 2000 അദ്ദേഹം US ഫിസിക്സ് ഒളിമ്പിയാഡ് ടീമിൽ ഇടം പിടിച്ചു. പിന്നീട് കാൽടെക്, സ്റ്റാൻഫോർഡ്, പ്രിൻസ്റ്റൺ എന്നിവിടങ്ങളിൽ നിന്നായി ബയോഫിസിക്സിലും കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസിലും PhD നേടി. പ്രിൻസ്റ്റണിൽ PhD ചെയ്യുന്ന കാലത്ത്, അതായത് 2006 ഡാരിയോയുടെ പിതാവ് ഒരു അപൂർവ രോഗം ബാധിച്ച് മരണപ്പെട്ടു. സ്മാർട്ടായ ആളുകൾ കഠിനാധ്വാനം ചെയ്താൽ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസം അവിടെ തകർന്നു. തൻ്റെ പിതാവിൻ്റെ മരണശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ കണ്ടുപിടിക്കപ്പെട്ടു. അതായത് ശരിയായ ഉത്തരം നിലവിലുണ്ടായിരുന്നു, പക്ഷെ അത് കൃത്യസമയത്ത് എത്തിയില്ല. ഇത് ഡാരിയോയെ മാറ്റി ചിന്തിപ്പിച്ചു. ഡോക്ടർമാരെക്കാൾ നന്നായി എക്സ്റേ പരിശോധിക്കാൻ AIക്ക് കഴിയുമെങ്കിൽ തൻ്റെ പിതാവിനെ രക്ഷിക്കാമായിരുന്ന ആ ചികിത്സാ രീതി കണ്ടെത്താനും അതിന് കഴിയില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. AI വെറും ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, അത് ജീവൻ രക്ഷിക്കാനുള്ള മരുന്നായി മാറുമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. 2010കളുടെ മധ്യത്തിൽ ഡാരിയോ ഗൂഗിളിലും പിന്നീട് ഓപ്പൺ AIയിലും എത്തപ്പെട്ടു. അവിടെ വെച്ചാണ് അദ്ദേഹം സ്കെയിലിംഗ് ലോസ് എന്ന സുപ്രധാനമായൊരു കാര്യം കണ്ടെത്തുന്നത്. AIക്ക് കൂടുതൽ ഡാറ്റയും കമ്പ്യൂട്ടിംഗ് പവറും നൽകിയാൽ അത് അവിശ്വസനീയമായ രീതിയിൽ മെച്ചപ്പെടുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് GPT-2, GPT-3 എന്നിവ പുറത്തിറങ്ങിയത്. ലോകം അത്ഭുതപ്പെട്ടപ്പോൾ ഡാരിയോ ഭയപ്പെട്ടു. കാരണം സുരക്ഷയായിരുന്നു പ്രശ്നം. ആലോചിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് ഈ സാങ്കേതികവിദ്യ വളരുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. 2020 അവസാനത്തോടെ ഓപ്പൺ AIക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് ഡാരിയോ വാദിച്ചു. ഒടുവിൽ അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ചു. സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനുറച്ച് 2021 അദ്ദേഹം ആന്ത്രോപിക് സ്ഥാപിച്ചു. ഇതൊരു പബ്ലിക് ബെനിഫിറ്റ് കോർപ്പറേഷനായിരുന്നു. ലാഭത്തേക്കാൾ ഉപരിയായി സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാനാണ് അദ്ദേഹം ഈ കമ്പനിയെ ഒരു പബ്ലിക് ബെനിഫിറ്റ് കോർപ്പറേഷനായി രൂപീകരിച്ചത്. 2026 തുടക്കത്തിൽ ആന്ത്രോപിക്കിൻ്റെ മൂല്യം $380 ബില്യൺ ഉയർന്നു. അപ്പോഴാണ് അവിടെ ചെറിയൊരു പ്രശ്നം ഉടലെടുത്തത്. പെൻറ്റഗൺ, അതായത് USൻ്റെ പ്രതിരോധ വകുപ്പിൻ്റെ ആസ്ഥാനം, ഒരാവശ്യവുമായി എത്തുന്നത്. സൈനിക ആവശ്യങ്ങൾക്കായി ക്ലൗഡ് AIയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നീക്കം ചെയ്യണമെന്നായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ഡാരിയോ അമോദ 2 റെഡ് ലൈനുകൾ അവിടെ വരച്ചു. 1. മാരകമായ സ്വയം നിയന്ത്രിത ആയുധങ്ങൾക്കായി ക്ലൗഡ് ഉപയോഗിക്കില്ല. 2. അമേരിക്കൻ പൗരന്മാരെ നിരീക്ഷിക്കാൻ ഇത് അനുവദിക്കില്ല. പെൻറ്റഗൺ ഭീഷണിപ്പെടുത്തി. ആന്ത്രോപിക്കിന് ഒരു ഭീഷണിയായി മുദ്ര കുത്തുമെന്നും കരാറുകൾ റദ്ദാക്കുമെന്നും അവർ പറഞ്ഞു. എന്നിട്ടും ഡാരിയോ നോ എന്ന് തന്നെ പറഞ്ഞു. എന്നാൽ ഇവിടെ സങ്കീർണമായ ഒരു സത്യമുണ്ട്. പെൻറ്റഗണിനെതിരെ ഉറച്ചു നിൽക്കുമ്പോഴും മറ്റൊരു വശത്ത് ആന്ത്രോപിക് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 24 പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് പ്രകാരം സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ വികസനം നിർത്തിവെക്കുമെന്ന മുൻപത്തെ ഉറപ്പ് അവർ നീക്കം ചെയ്തു. ഇത് പല ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട്. ഡാരിയോ അമോദ ഒരു സൂപ്പർ ഹീറോയോ വില്ലനോ ഒന്നുമല്ല. തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. AI സാങ്കേതികവിദ്യ ദോഷകരമായി മാറരുത് എന്ന് ഉറപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. AI ലോകത്തെ മാറ്റുമെന്ന് നമുക്കറിയാം, പക്ഷെ അതിൻ്റെ ബ്രേക്ക് ആരുടെ കയ്യിലായിരിക്കണം എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.